പാലാ രൂപത കോർപ്പറേറ്റ് ഏജൻസി അധ്യാപക അനധ്യാപക മഹാസംഗമം ഡിസംബർ 20 ശനിയാഴ്ച പാലാ കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലെ അധ്യാപകരും അനധ്യാപകരും പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ 9:30 സംഗമത്തിന്റെ ഉദ്ഘാടനം പാലാ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കിളറങ്ങാട്ട് നിർവഹിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ടി.പി. ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തും. കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ, ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരുകാലപ്പറമ്പിൽ, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിൽ തടത്തിൽ, ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോബി കുളത്തറ എന്നിവർ പ്രസംഗിക്കും. 2025-26 അധ്യയന വർഷത്തെ അധ്യാപക സംഗമം ഡിസംബർ 20 പാലാ കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടത്തപ്പെടുകയാണ്. അഭിമന്യ മാർ ജോസഫ് കിളറങ്ങാട്ട് പിതാവ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത നിർവഹിക്കുന്നു. പ്രസിദ്ധ വിദ്യാഭ്യാസ ചിന്തകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ടി.പി. ശശികുമാർ ഈ മീറ്റിങ്ങിന് മുഖ്യപ്രഭാഷണം നടത്തും. 2500-ലധികം അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ ഇതിൽ പങ്കെടുക്കുന്നു. പാലാ രൂപതയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും വളരെ ശക്തമായ ഒരു കൂട്ടായ്മയാണ് ഇത്. ഈ മീറ്റിങ്ങിൽ വെച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പ്രൈമറി വിഭാഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് അവാർഡുകൾ സമ്മാനിക്കും. ഈ വർഷം ഗോൾഡൻ സ്കൂൾ, ഗോൾഡൻ ലീഡർ, ഗോൾഡൻ ടീച്ചർ, ഗോൾഡൻ എയ്ഡ് എന്നീ അവാർഡുകൾ നൽകുന്നു. അതുപോലെ തന്നെ ഇതര പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനും അംഗീകാരങ്ങൾ നൽകുന്നതാണ്. സമ്മേളനത്തിൽ മികച്ച സ്കൂളുകൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള ഗോൾഡൻ സ്കൂൾ, ഗോൾഡൻ ടീച്ചർ, ഗോൾഡൻ ലീഡർ അവാർഡുകൾ സമ്മാനിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിലെ മികവിനുള്ള പുരസ്കാരങ്ങളും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ഈ വർഷത്തെ വിവിധ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകലായിൽ, ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരുകാലപ്പറമ്പിൽ, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിൽ തടത്തിൽ, ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോബി കുളത്തറ, മീഡിയ സെൽ കൺവീനർ ജോബറ്റ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.